ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ തളിപ്പറമ്പിൽ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച വൻ MDMA ശേഖരം പിടികൂടി. 88.18 ഗ്രാം MDMA ആണ് തളിപ്പറമ്പ് സലാമത്ത് നഗറിലെ മുഹമ്മദ് ദിൽഷാദിൽ നിന്നും പിടിച്ചെടുത്തത്. 5 മൊബൈൽ ഫോണും ഇലക്ട്രോണിക് ത്രാസും ഇയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മൈസൂരിൽ നിന്നാണ് MDMA വാങ്ങിയതെന്നാണ് പ്രതിയുടെ മൊഴി. അർജുൻ കല്യാണുണ്ട്. അർജുൻ കല്യാൺ, ഓപ്പറേഷൻ തൂഫാൻ വീശി തുടങ്ങിയിരിക്കുന്നു. തളിപ്പറമ്പിലാണ് ആദ്യത്തെ ആഘാതം. തളിപ്പറമ്പിൽ MDMA പിടിച്ചെടുത്തിരിക്കുന്നു. ഇയാളൊരു സ്ഥിര വ്യാപാരിയാണോ അർജുൻ കല്യാൺ? ഡോക്ടർ, നമുക്ക് ഈ ലഭിച്ചിരിക്കുന്ന ഒരുപാട് തെളിവുകളും പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ പോലീസും ഡാൻസ് സ്റ്റാഫും ഒക്കെ വിലയിരുത്തുന്നത് കൃത്യമായ രീതിയിൽ ഇയാൾ കുറേ നാളുകളായി തുടരുന്ന MDMA വിൽപ്പന തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ്. കാരണം അതായത് ഇയാളിൽ നിന്നും 2,26,000 രൂപയും ഈ പറയുന്ന MDMAയോടും ഈ ഇലക്ട്രോണിക് ത്രാസിനോടുമൊപ്പം പിടിച്ചെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പണം എങ്ങനെയാണ് ഇയാളുടെ കൈവശം വന്നത് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അത് ഈ വിൽപ്പനയിലൂടെ ലഭിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയുള്ള വിശദമായ പരിശോധനയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും ശക്തമായ രീതിയിലുള്ള പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും ഒക്കെ തന്നെ കടന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയുള്ള പരിശോധന തന്നെയാണ് തളിപ്പറമ്പിൽ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഈ പറയുന്ന രീതിയിൽ ഈ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവിടെ കണ്ടെത്തിയിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ വളരെ ഗൗരവം ഉണ്ടാക്കുന്നതാണ്. കാരണം 88.18 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അത് ആ തരത്തിൽ തന്നെ വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചതാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി പോലീസ് നടത്തിയിട്ടുണ്ട്. അതിന് പുറമെ 5 മൊബൈൽ ഫോണുകൾ ഇയാളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഒരാൾ 1-2 മൊബൈൽ ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് സ്വാഭാവികമാണ് എന്ന് കരുതാൻ വേണ്ടി കഴിയും. പക്ഷേ ഇയാളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് 5 മൊബൈൽ ഫോണുകളാണ്. ഈ 5 മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. അതിന് പുറമെയാണ് ഈ പറയുന്ന ഇലക്ട്രോണിക് ത്രാസ്. അത് കൃത്യമായ രീതിയിൽ തന്നെ ഈ MDMA വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. വെയിങ് മെഷീൻ ഇയാൾ കൈവശം വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തർക്കും കൃത്യമായ അളവിൽ ഈ MDMA തൂക്കി വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് പോലീസിനുള്ളത്. എന്തായാലും വിശദമായ രീതിയിലുള്ള മൈസൂരിൽ നിന്നാണ് ഈ പറയുന്ന MDMA ഇയാൾ വാങ്ങിയത് എന്നുള്ളതാണ് പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി. സ്വാഭാവികമായും ഈ പറയുന്ന രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക്, അതായത് മൈസൂരുവിൽ നിന്നും എവിടെ നിന്നാണ് ആരിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോവേണ്ടതുണ്ട്. ആ തരത്തിലേക്കുള്ളൊരു അന്വേഷണം നടക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെയും ലക്ഷ്യം അത് തന്നെയാണ്. കാരണം ഇത് MDMA ഉപയോഗിക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ MDMA വിൽപ്പന നടത്തുന്നതോ മാത്രം കണ്ടെത്തുകയല്ല, ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തുകയാണ് ഓപ്പറേഷൻ തൂഫാൻ. സ്വാഭാവികമായും മൈസൂരിലേക്ക് എവിടെ നിന്നാണ് ആരിൽ നിന്നാണ് ഈ ദിൽഷാദ് ഈ പറയുന്ന MDMA വാങ്ങിയത് എന്ന കാര്യത്തിലേക്ക് ഉൾപ്പെടെ അന്വേഷണം കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ, ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാണാണ്. ഓപ്പറേഷൻ തൂഫാൻ, ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നതാണ് നമ്മുടെ ഈ നിലപാട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉറവിടത്തിലെത്തി MDMA അല്ലെങ്കിൽ ഇതേപോലുള്ള ലഹരിയൊക്കെ കണ്ടെത്തുക, അതിനുശേഷം ആരാണോ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ഓപ്പറേഷൻ തൂഫാന് എല്ലാവിധ പിന്തുണയും നമ്മളും നൽകുന്നു. നമുക്ക് സാധ്യമാവുന്ന തരത്തിലൊക്കെ നമ്മളും സോഴ്സുകൾ പോലീസിനെ അറിയിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ റിപ്പോർട്ടർമാരെയും സമീപിക്കാവുന്നതാണ്. നിങ്ങൾ ആര് വിവരം തന്നാലും ആ വിവരം രഹസ്യമാക്കി വയ്ക്കും. അവിടെ നിന്നുള്ളത് ആ സംഭവം വാർത്തയാക്കി മാറ്റുകയും നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും.